ഈ സഭ അർപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം, വിശ്വാസം അത് പരിപൂർണമായി നിർവഹിക്കാൻ ഞാൻ പരിശ്രമിക്കുമെന്നുള്ള ഉറപ്പ് ഇവിടെ നൽകുകയാണ്. ബഹുമാനപ്പെട്ട സഭാധ്യക്ഷന്റെ ശ്രദ്ധയിലേക്ക് ഒരു പ്രത്യേക കാര്യം കൊണ്ടുവരികയാണ്. ഡെപ്യൂട്ടി സ്പീക്കർക്ക് സബ്മിഷനോ ശ്രദ്ധ ക്ഷണിക്കലോ ഒന്നും ഇവിടെ കീഴ്വഴക്കങ്ങളുടെ ഭാഗമായിട്ട് അനുവദിക്കുന്നില്ല. ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, ഈ ബഡ്ജറ്റ് ചർച്ച പൈലറ്റ് ചെയ്യാനുള്ള അവസരം ഡെപ്യൂട്ടി സ്പീക്കർക്കുണ്ട്. ഇനി വരാൻ പോകുന്ന ഡെപ്യൂട്ടി സ്പീക്കർമാർക്കടക്കം ഒരു നല്ല കാലം ഉണ്ടാകട്ടെ എന്നുകൂടി കരുതിയാണ് ഞാനിതിവിടെ സൂചിപ്പിക്കുന്നത്. ഗൗരവമായിട്ട് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ അത് സഭയുടെ കീഴ്വഴക്കങ്ങളും പാരമ്പര്യമെല്ലാം പരിപൂർണമായി ബഹുമാനിച്ചുകൊണ്ട് അങ്ങേ പോലെ ഒരാൾ ഈ സഭാധ്യക്ഷരായി ഇരിക്കുമ്പോഴാണ് ഇത് പറയാൻ കഴിയുന്നത്. കാരണം ഇത് അംഗങ്ങളുടെ അവകാശത്തെ സംബന്ധിച്ചും ജനകീയനും നിയമജ്ഞാനിയുമായിട്ടുള്ള അങ്ങ് ഈ സഭാധ്യക്ഷനായിരിക്കുമ്പോൾ ഈ വിഷയത്തിന് പരിഹാരമുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഒരിക്കൽ കൂടി ഈ സകല മേഖലയെയും തൊട്ടുണർത്തിക്കൊണ്ട് ഇത്രയും മികച്ച ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അദ്ദേഹം ധനകാര്യ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്നു, അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി ഈ ബഡ്ജറ്റിനെ പിന്തുണയ്ക്കുന്നു. ബഹുമാന്യായ ഡെപ്യൂട്ടി സ്പീക്കർ വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ് വെച്ചത്. ന്യായമായ ഒരു ആവശ്യമാണ് വെച്ചത്. കൺവെൻഷനിൽ ഈ റൂൾസ് ഓഫ് പ്രൊസീജിയറിൽ എങ്ങും എഴുതിയിട്ടില്ല. അതായത് ഡെപ്യൂട്ടി സ്പീക്കർക്ക് അവരുടെ നിയോജകമണ്ഡലത്തെ പറ്റിയോ പൊതുവായൊരു കാര്യത്തെ പറ്റിയോ ഒരു സബ്മിഷൻ ഉന്നയിക്കാൻ പാടില്ല, ഒരു കോളിംഗ് അറ്റൻഷൻ പാടില്ല എന്ന് റൂൾസ് ഓഫ് പ്രൊസീജിയറിൽ എങ്ങുമില്ല, ഒരു സ്ഥലത്തുമില്ല. ഒരു കൺവെൻഷനാണ്. ഡെപ്യൂട്ടി സ്പീക്കർ അവിടെ വന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ അടുത്തിരിക്കണം. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഡെപ്യൂട്ടി സ്പീക്കർ, അദ്ദേഹവും ഇതേ പ്രശ്നം തന്നെ എപ്പോഴും ഉന്നയിക്കുമായിരുന്നു. ഇതൊരു ന്യായമായ കാര്യമാണ്. ചില കൺവെൻഷൻസ് നമുക്ക് മാറ്റാനുള്ളതാണ്. എല്ലാ MLA-മാരും വരുന്നത് ഓരോ നിയോജകമണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ്. ആ നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. നമ്മുടെ ജനപ്രതിനിധി വന്ന് അവരുടെ ആവശ്യം ഈ നിയമസഭയിൽ ഉന്നയിക്കണം. അങ്ങേപോലെ ഒരു പരിണതപ്രജ്ഞനായ ഒരു സ്പീക്കർ, ബഹുമാനിയായ ഡെപ്യൂട്ടി സ്പീക്കർ മുമ്പോട്ട് വെച്ച ഈ ആവശ്യം പരിഗണിച്ച് എനിക്ക് തോന്നുന്നു ഈ സഭയുടെ പൂർണ്ണമായ പിന്തുണ അക്കാര്യത്തിൽ ഉണ്ടാവുമെന്നാണ് തോന്നുന്നു. അതുകൂടി നൽകിക്കൊണ്ട് ഒരു തീരുമാനം എടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ ഒരു പൊതു സെൻസ് ഇതായിരിക്കും എന്നുള്ള ധാരണയോടുകൂടി അത് ഡെപ്യൂട്ടി സ്പീക്കർ ഉന്നയിച്ച ഒരു ആവശ്യം അനുഭാവപൂർണ്ണമായിട്ട് പരിഗണിക്കും എന്ന് ഉറപ്പ് നൽകുകയും ചെയ്യാം.